ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ചോറിനൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി തോരനാണ്. പച്ചത്തക്കാളി വെച്ചാട്ടോ തോരൻ ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. കുഴഞ്ഞു പോകാതെ നല്ല ടേസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ തക്കാളി തണ്ട ഞാൻ കഴുകി നല്ല വൃത്തിയാക്കിയ ശേഷം ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. കരിയാപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തേങ്ങ, മഞ്ഞൾപ്പൊടി, പച്ചമുളക് ഒന്ന് ചതച്ചെടുക്കണേ. അപ്പോൾ ഒരു കടായി അടുപ്പിലോട്ട് വെച്ച് കൊടുത്തു. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ താഴെ ചെറിയ ജീരകമാണ്. പിന്നെ ഒരു ഉണക്കമുളക് ഇതുപോലെ മുറിച്ച് അതും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന സവാള ഉണ്ടല്ലോ, അതും കരിയാപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. വെളുത്തുള്ളിയും കൂടി ഇതിൻ്റെ കൂടെ അങ്ങ് ഇട്ട് കൊടുത്തോണേ. ഈ പച്ചത്തക്കാളി നമുക്ക് കുഴഞ്ഞു പോകാതെ തന്നെ തോരൻ റെഡിയാക്കി എടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റുമാണ്. ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി എങ്ങനെ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം. ഞാൻ ഇതുപോലെയാണ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തത്. അപ്പം അത് അരിഞ്ഞെടുത്തത് കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. നമ്മൾ ചതച്ച് വെച്ച തേങ്ങയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് ഏകദേശം വെന്ത ശേഷം മാത്രം നമുക്കിതെല്ലാം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ തക്കാളിയിൽ നിന്ന് ഉള്ളിൽ നിന്നെല്ലാം വെള്ളം ഇറങ്ങിയിട്ടുണ്ട്, നല്ലതുപോലെ കുഴഞ്ഞു വരും. അതുപോലെ വരാതിരിക്കാനാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കാത്തത്. അതുപോലെ തന്നെ തേങ്ങയും നമുക്ക് വെന്ത് കഴിഞ്ഞ ശേഷം ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഇതുപോലെ ഒതുക്കി വെച്ചിട്ടാട്ടോ ഞാൻ അടച്ച് വെച്ച് കൊടുത്തത്. ഇടയ്ക്ക് 1-2 പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇതിന് ശകലം വെള്ളം ഇപ്പോൾ ഇറങ്ങും. അത് മുഴുവനായിട്ട് പറ്റിയ ശേഷം വേണം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാൻ. ഇപ്പം ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ താഴെ ഉലുവാപ്പൊടിയാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഉലുവാപ്പൊടി ഒഴിവാക്കരുത്. ഉലുവാപ്പൊടിയും കൂടെ ചേർക്കുമ്പോഴാണ് പച്ചത്തക്കാളിയുടെ തോരൻ്റെ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്ത ശേഷം നമുക്ക് നല്ലതുപോലെ വീണ്ടും ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കാം. ഒതുക്കി വെച്ച് ഒന്നുകൂടെ ആവി കയറിയ ശേഷം നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ലതുപോലെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് വെന്ത ശേഷമാണ് നമ്മൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പച്ചത്തക്കാളി കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവേ. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം തേങ്ങയുടെ കൂട്ടും കൂടെ ചേർത്ത് കൊടുക്കാം. കാണുമ്പോൾ തന്നെ അറിയാം ശകലം പോലും വെള്ളമില്ല, നല്ലതുപോലെ തക്കാളി വെന്തിട്ടുമുണ്ട്. ഇനി നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഇതിലേക്കൊന്ന് കൂട്ടി ഇളക്കിയ ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ മൊത്തത്തിൽ കൂട്ടി ഇളക്കിയിട്ടില്ല. ഇതുപോലൊന്ന് തട്ടിപ്പൊത്തി കൊച്ച് കൊടുത്ത ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. നല്ലതുപോലെ ആവി കയറിയ ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി പച്ചത്തക്കാളി കിട്ടുമ്പോൾ ഇതുപോലെ തോരൻ വെച്ച് നോക്കണേ. അടിപൊളി ടേസ്റ്റ് കേട്ടോ. വേറെ ഒരു കറി ഇല്ലെങ്കിൽ നമുക്ക് ചോറ് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം കുഴഞ്ഞു പോയിട്ടില്ല. നല്ല അടിപൊളിയായിട്ട് നമുക്ക് തോരൻ റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ കമൻറ്റ്സ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഈ പച്ചത്തക്കാളി കിട്ടുമ്പോൾ ഇതുപോലെ തോരൻ ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ. കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അല്പം പോലും കുഴഞ്ഞു വന്നിട്ടില്ല. നല്ല ടേസ്റ്റാണ്. നല്ല അപ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അതുപോലെ തന്നെ ഉലുവാപ്പൊടി ചേർക്കാൻ മറന്നു പോകരുത്. ഉലുവാപ്പൊടിയും കൂടെ ചേർക്കുമ്പോഴാണ് പച്ചത്തക്കാളിയുടെ ആ തോരൻ നല്ല അടിപൊളിയായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക്